ഈ വിശ്വാസത്തിലായിരിക്കണം നിങ്ങൾ ഇവിടെ കൂടുമ്പോൾ, നിങ്ങളുടെ പാട്ട് പാടുമ്പോൾ, നിങ്ങൾ കൈയടിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ ശബ്ദത്തിൽ പാടണം. ശബ്ദത്തിൽ ഈപ്പനച്ചൻ മാത്രം സ്തുതിച്ചാ പോരാ. കാരണം സങ്കീർത്തനം 81 സങ്കീർത്തനം എടുത്ത് വായിച്ചേ. 81 സങ്കീർത്തനം. നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ എങ്ങനെ പാടുന്ന? നമ്മുടെ കുർബാനയെ പാടുന്ന സീറോ മലബാർ കുർബാനയിൽ ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. കാരണം എന്നാ? നീ ശബ്ദമുയർത്തി പാടേണ്ടതിന്റെ കാരണമില്ലേ? അറിയാവോ എന്നാന്ന്? ആന്റിയുടെ കൊച്ചിലെ വന്ന പല്ല് പൊടിച്ചു പോയായിരുന്നോ? പോയില്ലേ? പിന്നെ പല്ല് വന്നല്ലോ അല്ലേ? ഈ നഖം, കാലയിലെ നഖം വെട്ടാറുണ്ടോ? ഉണ്ട് അല്ലേ? ഈ നഖത്തിന്റെ കാറ്റഗറിയിൽപ്പെട്ട സാധനം എന്നത് ഈ പല്ല്. എന്റെ അപ്പച്ച പല്ല് കൊച്ചിലെ പോയിട്ട് വന്നതാ അല്ലേ? ഇപ്പൊ എത്ര വയസ്സായി? 71 വയസ്സായ അപ്പച്ചനാ. ഒന്ന് ആലോചിച്ചേ. ഈ അപ്പച്ചന് നഖം വെട്ടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കൊച്ചിലെ പോയിട്ട് വന്ന പല്ല് വന്നു. ഈ നഖം വളരുന്ന പോലെ ഈ പല്ലൊന്ന് വളർന്നിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥിതി അല്ല. ശബ്ദം ഉയർത്തി പാടാനോ? എടാ, ഇതൊരു പരുവത്തിൽ ക്രമീകരിച്ച ദൈവത്തെ നീ ഒച്ചത്തിൽ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴോട്ട് വായിച്ചേ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുകയും തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും മുതിർക്കുകയും അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണമിയിലും കാഹളം മൂതുകയും. എന്തെന്നാൽ അത് ഇസ്രായേലിന്റെ ചട്ടവും. കണ്ടോ പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും ഒരു വ്യക്തി നിന്നോട് പറയുക നീ സ്തുതിക്കരുതെന്ന് പറഞ്ഞാൽ 83 സങ്കീർത്തനത്തിൽ പറയുക, ദൈവം പറയുക, ഇസ്രായേലിന് ഒരു ചട്ടമാ, ഒരു നിയമമാ എന്നത് നീ സ്തുതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നീ ദൈവത്തെ ആരാധിക്കുന്നതിന് പിശുക്ക് കാണിക്കരുത്. നീ ശബ്ദമുയർത്തി സ്തുതിക്കണം. കാരണം എന്നാ? സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരെ കൈയെടുത്തിക്കേ. പോകും ഈ പരിപാടി മക്കളെ. സ്വർഗത്തിൽ എന്നാ പരിപാടി? ചക്കക്കുരു ഒരുക്കുവാണ്. എന്നാണ് പരിപാടി? എന്റെ ആന്റി ആടിന് തീറ്റ അന്വേഷിക്കുന്നില്ല. അവിടെ സാമ്പാർ മുട്ട ഒരുക്കുന്നില്ല. അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, രാവും പകലും. എന്നതാ പരിപാടി? ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ട്രെയിനിങ് കിട്ടാതെ നിങ്ങൾ അവിടെ ചെന്ന് എന്നാ ചെയ്യും? എല്ലാവരും സ്വർഗത്തിൽ പോകാൻ കഴിയുക. നീ ഇവിടെ ഇപ്പൊ ആരംഭിക്കുന്നില്ലെങ്കിൽ എങ്ങനെ? ഇതിനു വേണ്ടിയാ ഈ പിഴച്ചനെ ദൈവം തുറന്നത്. ഈ വേദി ട്രെയിനിങ്ങിന് വേണ്ടിയാ. അപ്പോൾ ഇവിടെ സ്തുതിക്കാതെ അച്ഛൻ മാത്രം വലിച്ചു കീറി പറയുക, പാടുക, സ്തുതിക്കുക. നിങ്ങൾ ശബ്ദമുയർത്തണം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം വേണ്ടവർ, അഭിഷേകം വേണ്ടവർ ശബ്ദമുയർത്തി പാടി ആരാധിക്കുമ്പോഴാണ് നിന്റെ കുടുംബത്തിൽ തിന്മ വസിക്കുന്നുണ്ടെങ്കിൽ വിട്ടുമാറുന്നത്. തനക്കദോഷത്തിന് അടിമത്തത്തിന് കഴിയുകയാണെങ്കിൽ ആ വിട്ടു മാറുന്നത് നീ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ചവരെ, ദിവ്യകാരുണ്യം എത്രയോ സ്ഥലത്ത് ഈശോയുടെ മുഖം രൂപപ്പെട്ട് ജീവനുള്ള തിരുവോസ്തിയായി മാറിയത് എത്ര അനുഭവങ്ങൾ. ജെയിംസ് മഞ്ഞാങ്ങലച്ചന്റെ അനുഭവത്തിൽ പോലും. അപ്പോൾ ഇത്രയും ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മുടെ മുമ്പിൽ ജീവനോടെ വന്നിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? കുറിച്ചിക്കാർ ശവമായിട്ട് വരുമ്പോൾ നോക്കിയിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്? അല്ല, നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവനുള്ള ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പോവുക. എല്ലാവരും ഒന്ന് ചാടി എണീറ്റ് ഗായകനന്ദിയെ പ്രൈസ് ദി ലോർഡ്.
പുള്ളിയിട്ടതുപോലെ ഓടി വന്നത്. നമുക്ക് ആ ദൈവകൃപയിൽ ആശ്രയിച്ചു എന്നുള്ള പാട്ടൊന്ന് ശബ്ദം ഉയർത്തി പാടാൻ പോവുക. ശബ്ദം ഉയർത്തി പാടുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചു എന്നുള്ള പാട്ട് എഴുതിയ ആളാരാണെന്ന് അറിയാവോ? അറിയാവുന്നവരുടെ കൈ ഉയർത്തിക്കേ. ഈ ദൈവകൃപയിൽ ആശ്രയിച്ചു എന്നുള്ള പാട്ട് MP ചെറിയാൻ എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ എഴുതിയ പാട്ടാണ്. അദ്ദേഹം ഫുൾ ടൈം സുവിശേഷകനാണ്. അദ്ദേഹത്തിന്റെ 4 വയസ്സുള്ള ഒരു ഓമനക്കുട്ടൻ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് 2 ആഴ്ചത്തെ പ്രോഗ്രാം നേരത്തെ ബുക്കിംഗ് ചെയ്തിരിക്കുകയാണ്. പ്രോഗ്രാമിന് പോകുന്ന 2 ദിവസം മുമ്പ് ഈ കുഞ്ഞിനൊരു മേലാഴിക വന്നു. ഈ കുഞ്ഞിനെ MP ചെറിയ സാറും ഭാര്യയും കൂടി ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ മരുന്നുകൾ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, മരുന്നുമായിട്ട് വന്നു. സാറ് 2 ദിവസം കഴിഞ്ഞ് ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെയായിട്ട് ഈ മരുന്ന് മേടിച്ചു വന്നു. വൈകിട്ട് വീണ്ടും കുഞ്ഞിന് മേലാഴിക കൂടി. വീണ്ടും സാറും ഭാര്യയും കൂടി വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. അങ്ങനെ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കി. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം സാറിന് സുവിശേഷ വേലയ്ക്ക് പോകണം. അന്ന് മൊബൈലില്ല, ലാൻഡ് ഫോണില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ സുവിശേഷകനാണെങ്കിൽ കൊച്ചിനെ അഡ്മിറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? താനിവിടെ കിടക്കണോ? പ്രത്യേകിച്ച് കുടുംബം നോക്കാതെ താൻ എല്ലാ ശുശ്രൂഷയ്ക്ക് പോകാന്ന് പറയും. പക്ഷേ MP ചെറിയാൻ സാറിന്റെ ഭാര്യ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് പറഞ്ഞു, ചേട്ടൻ പോവുക, യേശുവിനെ പ്രസംഗിക്കാൻ നിങ്ങൾ ഓടാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, 2 ആഴ്ചത്തെ പ്രോഗ്രാം കഴിഞ്ഞ് സാറ് വീട്ടിൽ വരുമ്പോൾ വീട് അടച്ചു കിടക്കുക. സാർ അയലോക്കത്ത് ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. സാർ ഓടി വന്ന് ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ ഭാര്യയോട് വിശേഷം തിരക്കിയപ്പോൾ പറഞ്ഞു, വൈദ്യശാസ്ത്രം കൈവിട്ടു, നീ കുഞ്ഞ് മരിക്കാൻ ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. സാറിനെ കാണുമ്പോൾ ഡാഡി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് അനക്കമില്ല. സാർ കാലിൽ പിടിച്ച് നോക്കിയപ്പോൾ തണുത്തു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, സാറിന്റെ കയ്യിൽ നിന്ന് ബൈബിൾ വലിച്ചെറിഞ്ഞില്ല, യേശുവിനെ തെറി പറഞ്ഞില്ല. സാർ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ? ആ കുഞ്ഞിനെ എടുത്ത് തോളിലേക്ക് ഇട്ടു. അനക്കമില്ല. ഡാഡി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് അനക്കമില്ല. ആ 4 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ സാറ് ശാന്തമായി നടക്കുമ്പോൾ സാറിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകി. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഈ കുഞ്ഞ് മരിച്ചാലും കർത്താവേ നിന്നെ ഞാൻ അനുഗമിച്ചിടും. ഈ കുഞ്ഞല്ല, എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ നിന്നെ അനുഗമിക്കും. ഈ തീരുമാനമെടുത്ത് സാർ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ അടുത്ത സ്റ്റാൻസ് വരികയാണ്. ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധി എന്നും ആനന്ദമുണ്ട് എനിക്ക്. ഈ ലോകം എനിക്കൊരു സുഖവും തരില്ല, പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും സ്വർഗമാകുന്ന ആ ദേശത്ത് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, സാറിന്റെ തീരുമാനം കണ്ടോണ്ടിരിക്കുന്നവൻ. സങ്കീർത്തനം 53:2 അതിന് വായിച്ചിട്ടുണ്ടോ? സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ ഞാൻ നോക്കുന്നു. സാറിന്റെ തീരുമാനം കണ്ടോണ്ടിരുന്നവൻ ഈ കുഞ്ഞിനെയായി നിരാശപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആനക്കമില്ലാത്ത കുഞ്ഞ് ആ പെടലി പൊക്കേട്ട് ഡാഡി എന്ന് വിളിച്ചപ്പോ സാറ് പാടുക, എത്ര നല്ലവൻ മതിയായവൻ എന്നെ എന്റെ ആവശ്യങ്ങൾ ഈ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് എന്നെക്കാൾ അറിയാവുന്നവനായ യേശു അവൻ ആ കുഞ്ഞിന്റെ ജീവനെ തിരിച്ചു കൊടുത്തെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അതേ കർത്താവിന്റെ മുമ്പിലാണ് ഇന്ന് നിൽക്കുന്നത്. ഈ പാട്ട് നീ പാടുമ്പോൾ ഇന്ന് വരെ നീ പാടിയത് പോലെയല്ല, അതര ജൽപ്പനമല്ല, നിന്റെ ഉള്ളിൽ നിന്ന് MP ചെറിയാൻ സാർ പാടിയതുപോലെ
ഒന്ന് പാടാമോ? നിന്നെ നിന്റെ കുടുംബത്തെയും അതേ കർത്താവ് ഈ ദിവ്യകാരുണ്യം ജീവനുള്ള ഈശോ അനുഗ്രഹിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഏത് വലിയ വിഷയമാകട്ടെ, നിന്റെ ബുദ്ധിക്ക് നിന്റെ സാമ്പത്തികത്തിന് മേലായ വിഷയമാകട്ടെ, എന്റെ യേശു വിടുതല തരും. വിശ്വസിച്ച് കരങ്ങൾ തട്ടി പിശാചിന്റെ തല തകരുന്നത് കണ്ടുകൊണ്ട് നീ കൈകൊട്ടുമ്പോൾ കൊലവാൾ വീഴുക, നീ പാടുമ്പോൾ അതേ സംഹാരകാണ്ഡം വീഴുക. ഇത് കണ്ട് തുള്ളിച്ചാടി ഈ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് വരിക.
ഈ ധ്യാന കേന്ദ്രത്തിന്റെ പരിസരത്തെ മുഴുവനും ഈ ദേശത്തുള്ള സകല വ്യക്തികൾ, വിജാതിയർ, മുസൽമാൻ, ക്രിസ്ത്യാനി, സകല മനുഷ്യരും ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒന്നിച്ചു കൂടുന്നത് മനസ്സിൽ കാണുക. ഇവിടെ യേശുവിന്റെ അത്ഭുതങ്ങൾ ഈ സ്ഥലത്ത് സംഭവിക്കുവാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കാണുക. ഒരിക്കൽ കൂടി സ്തുതിച്ച് ലൂക്കായുടെ സുവിശേഷം 13 അധ്യായം എഴുതേ. ലൂക്ക 13 അധ്യായം. എന്റെ 10ാമത്തെ വാക്യം ഒന്ന് എടുത്ത് വായിച്ച്. 10 ലൂക്ക 13:10. ഒരു സാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിക്കുകയാണ്.
18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മച്ചിയുടെ പ്രത്യേകത എന്താ? 18 വർഷമായി നിവർന്നു നിൽക്കാൻ മേലാത്ത ഒരമ്മച്ചി എവിടെയാ വന്നുകൊണ്ടിരുന്നത്? യേശു പഠിപ്പിക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ. എങ്ങനെയാ വന്നേ പൂജ? വണ്ടിയില്ല, കൂനി കൂനി. ഇന്ന് നമുക്ക് നടുവേദനയാണല്ലോ, തലവേദനയാണല്ലോ, ബുധനാഴ്ച രാവിലെ തലവേദനയാണല്ലോ. ആന്റി സത്യം പറഞ്ഞു, എന്നാന്ന് കേട്ടോ? വരത്തിൽ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു സൈഡിലുള്ളായിരുന്നു നിങ്ങൾക്ക് വേദന, പിന്നെ എന്ത് സംഭവിക്കുന്നു? കാരണം ഇവിടെ വന്ന് വിട്ടുപോകേണ്ട പിശാച് അവർ 7 പേര് ഒന്നുകൂടെ അവിടെ വന്ന് വീട്ടിൽ വന്നിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഈ പ്രവണതയൊന്ന് ഈ കാലഘട്ടത്തിൽ മാറ്റണം. നീ മാറ്റ്. നീ തീക്ഷ്ണമായി നിന്റെ ബുദ്ധിമുട്ടിൽ. അപ്പോൾ ക്രിസ്ത്യാനിയിൽ സാബോധമുട്ടി ബ്രദറിന്റെ ധ്യാനം നടക്കുക. പ്രിയപ്പെട്ടവരെ, മാരക രോഗത്തിൽ അടിമപ്പെട്ട് ചാകാൻ ഉള്ള വ്യക്തികൾ പോലും വന്ന് കിടക്കുകയോ. കഴിഞ്ഞ ദിവസം മുറികിട്ടാനത്തൊരു ചേട്ടൻ കിടന്ന് അവിടെ കിടന്ന് വയലൻ്റ് ആവുക. ആദ്യം വിളിക്കുമ്പോൾ പറയും, എവിടെ വന്നാണല്ലോ ഒന്ന് കിടന്ന ആളാം, ഒന്ന് ധ്യാനത്തിന് അവസരം തന്നാൽ മതി. കിട്ടിയപ്പോൾ മുറി കിട്ടി, അതിൽ താഴെ ബെഡുള്ളൂ, കട്ടിലില്ല. ചേട്ടൻ വൈലൻ്റാണ്. ആ ചേട്ടൻ ധ്യാനകേന്ദ്രത്തിൽ കണ്ടെന്ന് വൈലൻ്റാണെന്ന് കണ്ടപ്പോൾ തീരെ എണീറ്റ് നിൽക്കാൻ മേലാത്ത ഒരാൻറ്റി പറയുക, ഈ ബ്രദർ ഈ കട്ടിലേക്ക് കിടക്കട്ടെ, ഞാൻ അവൾ അനുഗ്രഹം പ്രാപിച്ചു. അപ്പോൾ നിവർന്നു നിൽക്കാൻ മേല. എത്ര വർഷം? ഈ പലച്ചിന്റെ ധ്യാന പ്രോഗ്രാമിൽ ഇപ്പം ഞാൻ 1 വർഷം അടുപ്പിച്ചു വന്നിട്ട് ബ്രദറെ, നടുവേദനയ്ക്ക് ഒരു മാറ്റും. ഞങ്ങളുടെ കടബാധ്യത എന്നും അങ്ങനെ തന്നെ നീക്കുക. നീ ഓർക്കണം, 18 വർഷക്കാലം അമ്മച്ചിയെ ആദ്യത്തെ ദിവസം തന്നെ ധ്യാനത്തിന് വന്നപ്പോഴേ ഗുരുനാഥൻ കണ്ടതാ. സൗഖ്യപ്പെടുത്താൻ ശക്തനാണ്. പക്ഷേ 18ാമത്തെ വർഷം സൗഖ്യം പ്രാപിക്കുക മാത്രമാണ് ചെയ്തത്, അവളെ അടുത്തോട്ട് വിളിക്കുകയും കൂടി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരു താമസിക്കുന്നെങ്കിൽ, ഒരു അനുഗ്രഹത്തിന്, ഒരു വിടുതലിന് താമസിക്കുന്നെങ്കിൽ നീ അസ്വസ്ഥരാകരുത്. ഇന്ന് വലിയൊരു അത്ഭുതം ആന്റിക്ക് ദൈവം ചെയ്തിട്ടുണ്ട്. പറയാം, അപ്പച്ചന് ചെയ്തിട്ടുണ്ട്. എന്നാ ഇന്നത്തെ ദിവസം ഞാൻ പറയാം, മനോരമ പേപ്പറിൽ നിര്യാതരായ കോളത്തിൽ ഈ പടം വന്നില്ലെന്നുള്ളതാണ് ദൈവം ചെയ്ത അത്ഭുതം. ഇതിൽ കൂടുതൽ എന്നാ വേണ്ടേ? പിന്നെയാണ് നിന്റെ ഭർത്താവിൻ്റെ വെള്ളാടി
ഡോണ്ട് വറി. 1.25 കോടി രൂപ കടബാധ്യതയോ? നീ വിഷമിക്കാതെ പ്രിയ സഹോദര. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് മൂർത്തിസ്വാമി എന്ന് പറഞ്ഞ ബ്രാഹ്മണനാണ്. നല്ല ഓമനക്കുട്ടൻ, ആരോഗ്യവാൻ, ചെറുപ്പക്കാരൻ. മൂർത്തിസ്വാമി പുള്ളി നല്ല ഫ്രണ്ടാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രാവിലെ 7:30 മണിക്ക് 7:30 ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മൂർത്തിസ്വാമി 7 മണി 7:15 തിരുവഞ്ചൂരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് വേർത്തു. അന്നേരെ വീണു. അപ്പോൾ ഇപ്പോൾ ഭാര്യയും പിള്ളേരൊക്കെ ഓർത്ത് തിരക്കിറങ്ങിയാണ്. എടുത്തോണ്ട് വന്നപ്പോൾ അവിടെയുള്ള ഓട്ടോക്കാരെല്ലാം ഞാൻ പള്ളി കഴിഞ്ഞിരിക്കുക. ചോദിച്ചാൽ മൂർത്തിസ്വാമി മരിച്ചു. അപ്പോ നിന്റെ 1.25 കോടി രൂപ കടബാധ്യതയിൽ നീ ഇന്നും കറങ്ങുന്നുണ്ടെങ്കിൽ നീ ഓർത്തോണം, അതിനുമേൽ വലിയൊരു വിടുതലിന് വേണ്ടിയ കർത്താവ് വെയിറ്റ് ചെയ്യുന്നതാണ്. മകന് 30 വയസ്സ് കഴിഞ്ഞു പറയും, ഇന്ന് വരെ ഒരു പെണ്ണ് കെട്ടി. ഞാൻ ഈ പള്ളിച്ചൻ്റെ ധ്യാനത്തിന് എത്രയോ നാളായി പോകും. എൻ്റെ അമ്മച്ചി വിഷമിക്കാതെ, അവനെ പിടിച്ചാൽ 30-ാം വയസ്സിൽ ഈശോ കെട്ടിച്ചാൽ, അല്ല നീ കെട്ടിച്ചാൽ നിനക്ക് വെള്ളം തരത്തില്ല മരുമകൾ. അത് വരാതിരിക്കാൻ വേണ്ടി അവളെ ഒരുക്കിക്കൊണ്ട് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക 2 വർഷത്തെ കൂടി. അപ്പോൾ നിനക്ക് വെള്ളം തരുന്ന മരുമകളെ കൊണ്ടുതരും എന്ന് 32-ാമത്തെ വയസ്സിൽ ഒന്ന് വെയിറ്റ് ചെയ്യും. അതിന് വേണ്ടി നാഗപ്പുറത്തോടിയിട്ട് ഞാനുണ്ടോ? പിന്നെ പിടിച്ചെല്ലാം മേടിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഇപ്പൊ നാഗപ്പുറത്ത് തന്നെ ഒരു സഹോദരി പറയുന്ന പോലെ ഡൈവേഴ്സായി. അതുകൊണ്ട് നിന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ട് പ്രിയപ്പെട്ടവരെ. നിന്റെ മകന്റെ കല്യാണം നടക്കാത്തത് കാണുന്ന ഒരു ദൈവം ഉണ്ട്. കൈ കൊടുത്ത് പറ, വിഷമിക്കാതെ സഹോദര, വിഷമിക്കാതെ സഹോദരി. നിന്റെ വിഷമം മുഴുവൻ കാണുന്ന ഒരു യേശു നിന്റെ കൂടെ ഉണ്ടെന്ന് പറ. സങ്കീർത്തനം 53:2 വായിച്ചു. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ജോസ്കോ ജൂവലറി എന്നൊരു ആന്റി 2 വള മേടിച്ചുകൊണ്ട് പോവുക. 2 വളയെടുത്തു, അതിൻ്റെ കാശും കൊടുത്ത ആന്റി. ബില്ലും മേടിച്ച് ആന്റി പോയപ്പോൾ പുറകെ ചെന്ന് അവിടുത്തെ കടയുടെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, ആന്റി കടയിലോട്ട് പറഞ്ഞു, അയ്യോ ഞാൻ 2 വളയെടുത്തു, അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത് ബില്ല് അതല്ല, ആന്റി ഒന്ന് വരാം. ആന്റി വന്നു, കൗണ്ടറിൻ്റെ അവിടെ വന്ന് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെയല്ല നിൽക്കണ്ടേ, ഈ മുറിയിലോട്ട് വരാം. ആ ഓഫീസ് റൂമിൽ 3-4 പേരിൽപ്പുണ്ട്, കമ്പ്യൂട്ടറൊക്കെ. ആന്റി ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. ഈ കമ്പ്യൂട്ടറിലോട്ട് നോക്കി അതിൻ്റെ ബട്ടണെ ഞെക്കിയിട്ട് ചോദിച്ചു, ഈ സ്ക്രീനിൽ കാണുന്ന ആന്റിയാണോ എന്ന് ചോദിച്ചു. അതെ. വളരെ ശ്രദ്ധയോടെ ഇരിക്കാൻ പറഞ്ഞു. ശ്രദ്ധയോടെ ആന്റി ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പയ്യെ പോവുക. ഓരോ രംഗങ്ങൾ എന്നെ 2 വള മേടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ നോട്ടിൽ ആന്റി ഒരു ചെറിയ മോതിരം എടുത്ത് കീശയിലോട്ട് നോട്ടിൽ വെക്കും. നോട്ടിൽ വെക്കുന്നത് ആര് കണ്ട്? ചെറിയ ക്യാമറ കൗണ്ടറിലുണ്ട്. എങ്കിൽ നിന്റെ സകലതും കണ്ടുകൊണ്ടിരിക്കുന്ന അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവിന്റെ കണ്ണ നിന്നെ കാണുന്നുണ്ട്. വിശ്വസിക്കുന്ന ഒരു കാര്യ പറ.